So hi all, welcome to Entri Technical. So നമുക്ക് ഇന്ന് നടന്ന Draftsman Gr.2, Overseer Gr.2 Electrical, Harbor Engineering ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇലക്ട്രിക്കൽ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. വാട്ട് ഡസ് എ കപ്പാസിറ്റർ സ്റ്റോഴ്സ്? നമുക്കെല്ലാം അറിയാം കപ്പാസിറ്റർ സ്റ്റോഴ്സ് ചാർജ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. The resistance of a conductor varies linearly with, answer is option B, temperature. Next, two lamps 100 watts and 60 watts are connected in series across a 230 volt AC. സോ നമുക്കറിയാം എന്താണ് സീരീസ് ആയിട്ട് നമ്മൾ ലാമ്പിനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലോവർ പവർ റേറ്റിംഗ് ഉള്ള ലാമ്പ് ആയിരിക്കും ബ്രൈറ്റർ ആയിട്ട് ഗ്ലോ ചെയ്യുന്നത് അല്ലേ? സോ ആൻസർ ഈസ് അൺഡൗട്ടഡ്ലി ഓപ്ഷൻ സി. ദ യൂണിറ്റ് ഓഫ് കണ്ടക്ടൻസ് ഇസ് മോ. In metric system, 1 horsepower equals to, answer is 735.5 watts. Question number 6. The resistance between the opposite face of a unit cube of material is, answer is endana resistivity. Option question 7. Two resistance 10 ohm are connected in parallel. The total resistance എത്രയാണ് എന്നാണ് question. സോ ആൻസർ എന്താണ്? 10 ohm പാരലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ഇസ് ഓപ്ഷൻ സി. ക്വസ്റ്റ്യൻ നമ്പർ 8. ദ ഡിഫക്ട് ദാറ്റ് അക്കേഴ്സ് ഇൻ എ സിമ്പിൾ ഇലക്ട്രിക് സെൽ ഡ്യൂ ടു ദ അക്യൂമുലേഷൻ ഓഫ് ഹൈഡ്രജൻ ഗ്യാസ് അറൌണ്ട് ദ പോസിറ്റീവ് ഇലക്ട്രോഡ്. സോ നമുക്കറിയാം സെൽസിനകത്തുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിഫക്ട്സ് പഠിച്ചായിരുന്നു. സോ ആൻസർ ഈസ് പോളറൈസേഷൻ. ആക്ച്വലി മൊത്തത്തിൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഫോക്കസ് ചെയ്ത് പഠിച്ചിട്ട് ഉള്ള ഒരാൾക്ക് 100 ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ പാകത്തിനാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് അല്ലേ? ക്വസ്റ്റ്യൻ പേപ്പർ സ്ലൈറ്റ്ലി എന്താണ് ഈസിയർ സൈഡിൽ തന്നെ ആയിരുന്നു. 100% എന്താണ് തിയറിറ്റിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഓക്കെ, ബാക്കി നമുക്ക് റെസ്പോൺസ് വന്നതിന് ശേഷം നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 9. പവർ ഫാക്ടർ ഈസ് ഗിവൺ ബൈ ദ റേഷ്യോ ഓഫ് സർക്യൂട്ട് റെസിസ്റ്റൻസ് ടു, ആൻസർ ഈസ് എന്താണ് ഓപ്ഷൻ എ അല്ലേ? പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ബൈ ഇമ്പിഡൻസ് ആണ്. സോ ഇതിനൊന്നും ഒരു ഡിസ്കഷൻ പോലും നമുക്ക് ആവശ്യമില്ല. ക്വസ്റ്റ്യൻ നമ്പർ 10. ഇൻ എ 3-phase സ്റ്റാർ കണക്റ്റഡ് സിസ്റ്റം വിച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? ലൈൻ വോൾട്ടേജ് ഈക്വൽ ടു ഫേസ് വോൾട്ടേജ്. നമുക്കറിയാം ലൈൻ വോൾട്ടേജ് എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു ഫേസ് വോൾട്ടേജ് ആണ് അല്ലേ 3-phase സ്റ്റാർ കണക്റ്റഡ് സിസ്റ്റത്തിന്. സോറി, ലൈൻ വോൾട്ടേജ് അല്ല, ലൈൻ കറണ്ട് ഈക്വൽ ടു ഫേസ് കറണ്ട് ആണ്. സോ ഓപ്ഷൻ 2 കറക്റ്റ് ആണ്. ഓപ്ഷൻ 3, ലൈൻ വോൾട്ടേജ് ആൻഡ് ലൈൻ കറണ്ട് ഹാവ് ഫേസ് ഡിഫറൻസ് 30. സോ തേർഡ് മാർക്ക് എന്താണ് തെറ്റാണ്. സോ ഓപ്ഷൻ 2 മാത്രമേ കറക്റ്റ് ആയിട്ടുള്ളൂ. സോ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ആൻസർ ഇസ് ഗോയിങ് ടു ബി എന്താണ് ഓപ്ഷൻ ബി. 11th ക്വസ്റ്റ്യൻ. ഇൻ 3-phase മെഷർമെന്റ് ബൈ 2 watt meter മെത്തേഡ് ബോത്ത് ദ വാട്ട് മീറ്റേഴ്സ് ഹാവിംഗ് ഐഡന്റിക്കൽ റീഡിംഗ് വരണമെങ്കിൽ എന്താണ് ഫൈ എന്ന് പറയുന്നത് 0 ആയിരിക്കണം. സോ കോസ് ഫൈ എന്ന് പറയുന്ന പവർ ഫാക്ടർ ഷുഡ് ബി യൂണിറ്റി. ദ റേഷ്യോ ഓഫ് RMS വാല്യൂ ടു ദ ആവറേജ് വാല്യൂ ഇൻ ആൻ AC സർക്യൂട്ട് എന്ന് പറയുന്നത് RMS ബൈ ആവറേജിനെയാണ് നമ്മൾ ഫോം ഫാക്ടർ എന്ന് പറയുന്നത്. വിച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? റെസിപ്രോക്കൽ ഓഫ് ഇംപിഡൻസ് ഈസ് റിയാക്ടൻസ്, റെസിപ്രോക്കൽ ഓഫ് ഇംപിഡൻസ് ഈസ് കണ്ടക്ടൻസ്, റെസിപ്രോക്കൽ ഓഫ് ഇംപിഡൻസ് ഈസ് അഡ്മിറ്റൻസ്. സോ തേർഡ് ഓപ്ഷൻ ആണ് കറക്റ്റ്. റെസിപ്രോക്കൽ ഓഫ് ഇംപിഡൻസ് ഈസ് ക്വാളിറ്റി ഫാക്ടർ. തെറ്റാണ് അല്ലേ? 1/Z എന്ന് പറയുന്നത് Y ആണ്. സോ ആൻസർ ഈസ് എന്താണ് ഓപ്ഷൻ സി. ഇൻ പാരലൽ AC സർക്യൂട്ട് ഈസ് ഇൻ റെസണൻസ്. എപ്പോഴാണ് പാരലൽ AC സർക്യൂട്ട് റെസണൻസിലാകുമ്പോൾ ഉള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റിജക്ടർ സർക്യൂട്ട്. കാരണം പാരലൽ AC സർക്യൂട്ട് സീരീസ് AC സർക്യൂട്ട് ആണെങ്കിൽ ഇമ്പിഡൻസ് മിനിമം ആയിരിക്കും, കറണ്ട് മാക്സിമം ആയിരിക്കും. പാരലൽ AC സർക്യൂട്ട് ആയതുകൊണ്ട് നേരെ തിരിച്ചാണ് വരുന്നത്. സോ ഇറ്റ് ഈസ് കോൾഡ് ആസ് എ റിജക്ടർ സർക്യൂട്ട്. ക്വസ്റ്റ്യൻ നമ്പർ 15. ദ റെസിപ്രോക്കൽ ഓഫ് ഫ്രീക്വൻസി ഇൻ ആൻ ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി ഈസ് ഓപ്ഷൻ ബി ടൈം പീരീഡ്. Question number 16. The amplitude factor for a sinusoidal alternating current is 1.414. 17. Higher the frequency of an AC current, dash is the reactance of what? Frequency കൂടുന്നതനുസരിച്ച് നമ്മുടെ റിയാക്ടൻസ് കുറയുകയാണ് ചെയ്യുന്നത്. ആൻസർ ഇസ് ഓപ്ഷൻ സി. 18. RMS value of a sinusoidal current is dash times maximum current. ആൻസർ ഈസ് RMS വാല്യൂ എന്ന് പറയുന്നത് 1/√2 ടൈംസ് മാക്സിമം ആണ്. സോ ഇറ്റ് ഈസ് 0.707. 19th ആൻസർ. ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് ക്യാൻ ബി മെഷേർഡ് ബൈ, ആൻസർ ഈസ് ഹൈഡ്രോമീറ്റർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം.
The positive plate of a lead acid battery is made of option C, lead peroxide. To make soft rubber, 5% sulfur is added. നമുക്കറിയാം വൾക്കനൈസ്ഡ് ഇന്ത്യൻ റബ്ബർ ടെക്നോളജിയൊക്കെ. സോ സൾഫറാണ് നമ്മൾ എന്താണ് റബ്ബറിനെ കുറച്ചും കൂടെ സോഫ്റ്റ് ആക്കാൻ വേണ്ടി ആഡ് ചെയ്യുന്നത്. മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ടങ്സ്റ്റൺ 3420 അറൗണ്ട് ആണ്. സോ ബെസ്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ. Which insulation prepared is chemically to insulate the winding wires? Winding wire insulate ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താണ് സി ആണ് കൊടുക്കുന്നത്. എന്താണ് സി is enamel. Which insulating material is used for making electrical accessories such as switches, wall, socket? സോ നമ്മൾ ഇതൊക്കെ ഡിസ്കസ് ചെയ്തായിരുന്നു. ആൻസർ ഇസ് ബേക്ക് ലൈറ്റ്. ബേക്ക് ലൈറ്റ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ വീട്ടിലെ നമ്മുടെ ഇലക്ട്രിക്കൽ സ്വിച്ചസ് നോക്കിക്കഴിഞ്ഞാലും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഹാർഡ് പ്ലാസ്റ്റിക് ആണ്, തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്. സോ ആൻസർ ഇസ് എന്താണ് ബേക്ക് ലൈറ്റ്. അലുമിനിയം ഹാസ് എ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ആൻസർ ഇസ് 2.7. Which force is required to move the pointer from zero position in an indicating instrument? എന്താണ് ഡിഫ്ലക്റ്റിംഗ് ഫോഴ്സ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. വാട്ട് ഈസ് എ റീസൺ ഫോർ മൂവിംഗ് കോയിൽ മീറ്റർ ഹാവിംഗ് യൂണിഫോം സ്കെയിൽ? യൂണിഫോം സ്കെയിൽ വരാൻ കാരണം നമുക്കറിയാം ഡിഫ്ലക്റ്റിംഗ് ടോർക്കിനും കറണ്ടിനും പ്രൊപ്പോർഷണാലിറ്റി ലീനിയർ ആയതുകൊണ്ടാണ്. സോ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഈസ് എന്താണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ എന്താണ് കറണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് എറർ ഇഫ് ദ എനർജി മീറ്റർ ഡിസ്ക് റൊട്ടേറ്റിംഗ് കണ്ടിന്യൂസ്ലി ഓൺ നോ ലോഡ്? ശ്രദ്ധിക്കുക. വിച്ച് എറർ ഇഫ് ദ എനർജി മീറ്റർ ഡിസ്ക് റൊട്ടേറ്റിംഗ് കണ്ടിന്യൂസ്ലി ഓൺ നോ ലോഡ്? കണ്ടിന്യൂസ്ലി ഓൺ നോ ലോഡ് എന്ന് പറയുമ്പോൾ എന്താണ് ആൻസർ ഇസ് ക്രീപ്പിംഗ് എറർ അല്ലേ? സോ 28ന്റെ ആൻസർ ഷുഡ് ബി ക്രീപ്പിംഗ് എറർ. വിച്ച് മെറ്റീരിയൽ ഈസ് യൂസ്ഡ് ടു മേക്ക് കൺട്രോൾ സ്പ്രിംഗ് ഇൻ ഇൻസുലേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്? കൺട്രോൾ സ്പ്രിംഗ് ഫോസ്ഫർ ബ്രോൺസ് മെറ്റീരിയൽ കൊണ്ടാണ് യൂസ് ചെയ്യുന്നത്. വിച്ച് ഇലക്ട്രിക്കൽ എഫക്റ്റ് സിംഗിൾ ഫേസ് എനർജി മീറ്റർ വർക്ക്? സിംഗിൾ ഫേസ് എനർജി മീറ്റർ മെയിൻലി വർക്ക് ചെയ്യുന്നത് ഇൻഡക്ഷൻ ടൈപ്പ് ഓഫ് ഇഫക്റ്റിലാണ്. വിച്ച് ഇൻസ്ട്രുമെന്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഇൻ്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്? സോ നമുക്ക് ബേസിക് ആയിട്ട് പഠിക്കുന്ന കാര്യമാണ്. എനർജി മീറ്റർ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഇൻ്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്. ശ്രദ്ധിക്കുക. വിച്ച് ഈസ് ആൻ ആബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ്? വിച്ച് ഈസ് ആൻ ആബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ്? ആബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ടാൻജന്റ് ഗാൽവനോമീറ്റർ. 33rd ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. വിച്ച് പൊസിഷൻ ആൻ ഇൻസ്ട്രുമെന്റ് യൂസ് ഗ്രാവിറ്റി കൺട്രോൾ റീഡ്സ് ആക്യുറേറ്റ്ലി? ആൻസർ ഇസ് എന്താണ് വെർട്ടിക്കൽ പൊസിഷൻ ആണ് ഗ്രാവിറ്റി കൺട്രോൾ ഇൻസ്ട്രുമെന്റിന് ആക്യുറേറ്റ് ആയിട്ട് വരുന്നത്. വിച്ച് ക്വാണ്ടിറ്റി ഈസ് മെഷേർഡ് ബൈ ഇലക്ട്രോ ഡൈനാമോ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്? ഇലക്ട്രോ ഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ പവർ ആണ് യൂഷ്വലി മെഷർ ചെയ്യുന്നത്. ഹൗ ദ ക്രീപ്പിംഗ് എറർ ഈസ് കൺട്രോൾഡ് ഇൻ ആൻ എനർജി മീറ്റർ? ക്രീപ്പിംഗ് എന്ന് പറഞ്ഞാൽ സ്ലോ കണ്ടിന്യൂസ് മൂവ്മെന്റ് ഓഫ് ദ ഡിസ്ക് ആണ്. അത് കൺട്രോൾ ചെയ്യാനായിട്ട് എന്താണ് നമുക്ക് ഡ്രില്ലിംഗ് 2 ഹോൾസ് ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ഓൺ ദ ഡിസ്ക്. സോ ആ പോയിന്റിൽ എഡി കറണ്ട് ഡൈ ഔട്ട് ആയി പോകും. ദ SI യൂണിറ്റ് ഓഫ് ഫ്ലക്സ് ഡെൻസിറ്റി നമുക്കറിയാം വെബർ പെർ മീറ്റർ സ്ക്വയർ. ആൻസർ ഇസ് ഓപ്ഷൻ ബി ടെസ്ല. 37th ക്വസ്റ്റ്യൻ, മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി H ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ ദ ഫോർമുല? ശ്രദ്ധിക്കുക. 37th ക്വസ്റ്റ്യൻ ആൻസർ ഇസ് ഓപ്ഷൻ സി. കാരണം H ഇൻറ്റു എൽ എന്ന് പറയുന്നതാണ് MMF എന്ന് പറയുന്നത്. സോ MMF ഈസ് മാഗ്നറ്റൈസിങ് ഫോഴ്സ് ഇൻറ്റു എൽ. H ഇൻറ്റു എൽ വിൽ ഗീവ് യു ദ MMF. സോ ആൻസർ ഇസ് ഓപ്ഷൻ സി. 38th ക്വസ്റ്റ്യൻ, വിച്ച് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് എ കൗണ്ടർ EMF ഓൾവേസ് ഓപ്പോസ് ദ ഫോഴ്സ് ദാറ്റ് ക്രിയേറ്റ്സ് ദിസ്? ആൻസർ ഇസ് എന്താണ് ലെൻസ് ലോ. നെക്സ്റ്റ്, ദ ഇമാജിനറി ലൈൻ ജോയിനിങ് 2 പോൾസ് ഓഫ് ദ മാഗ്നറ്റ് എന്താണ്? ആൻസർ ഇസ് മാഗ്നറ്റിക് ആക്സിസ് ഈസ് ജോയിനിങ് 2 പോൾസ് ഓഫ് ദ മാഗ്നറ്റ്. SI യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് റിലക്റ്റൻസ് ഈസ്? മാഗ്നറ്റിക് റിലക്റ്റൻസ് ബേസിക് ഫോർമുലയിൽ നിന്ന് ഡിറൈവ് ചെയ്തിട്ടുള്ള SI യൂണിറ്റ് ആണ്. എന്താണ് നമുക്ക് MMF ഈക്വൽ ടു ഫ്ലക്സ് ഇൻറ്റു റിലക്റ്റൻസ്. സോ റിലക്റ്റൻസ് എന്ന് പറഞ്ഞാൽ MMF ആംപിയർ ടേൺസ് ഡിവൈഡ് ബൈ ഫ്ലക്സ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി. കപ്പാസിറ്റൻസ് C ഈസ് മെഷേർഡ് ബൈ ദ ഫോർമുല നമുക്കറിയാം Q ഈസ് ഈക്വൽ ടു C ഇൻറ്റു V. സോ C ഈസ് ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ B. ആൻസർ ഈസ് ഓപ്ഷൻ എ. ക്വസ്റ്റ്യൻ നമ്പർ 42 ആരോ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 2 ആൻസർ ഓപ്ഷൻ എ ലെൻസി. ഓപ്ഷൻ എയും വരും, ആക്ച്വലി ഓപ്ഷൻ ബിയും വരും. അത് നമുക്ക് ലാസ്റ്റിൽ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 2 എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ വേരീസ് ഇൻവേഴ്സ്ലി അറ്റ്. ഓക്കെ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷന് വരുന്നുണ്ട്. ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസും എന്താണ് കുറയുന്നതായിട്ട് കാണിക്കുക അല്ലേ? ഓക്കെ, ആ ക്വസ്റ്റ്യൻ നമ്പർ 2 നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം.
അതിന് മുന്നേ ക്വസ്റ്റ്യൻ നമ്പർ 42. Capacitors are connected in parallel to obtain. Capacitors are connected in parallel to obtain എന്താണ്? ഹയർ കപ്പാസിറ്റൻസ് വാല്യൂ അല്ലേ? യൂണിറ്റ് ഓഫ് കപ്പാസിറ്റീവ് റിയാക്ടൻസ്. കപ്പാസിറ്റീവ് റിയാക്ടൻസ് ആണ്. സോ ഇറ്റ് ഈസ് ഹാവിംഗ് ദി ഇംപെഡൻസ് ഓഫ് ഓംസ്. കപ്പാസിറ്റൻസ് ഓഫ് എ കപ്പാസിറ്റർ ഈസ് ഇൻക്രീസ്ഡ് ബൈ. എങ്ങനെയാണ് നമ്മൾ കപ്പാസിറ്റൻസ് ഓഫ് എ കപ്പാസിറ്റർ ഇൻക്രീസ് ചെയ്യുന്നത്? സി ഈക്വൽ ടു എപ്സിലോൺ ഇൻറ്റു എ ബൈ ഡി ആണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ് കുറയ്ക്കുമ്പോൾ കപ്പാസിറ്റൻസ് റൈസ് ചെയ്യും. ഓപ്ഷൻ ബി. ക്വസ്റ്റ്യൻ 45. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ചാർജ്? ചാർജിൻ്റെ യൂണിറ്റ് എന്താണ്? കൂളംബ് ആകട്ടെ. ക്വസ്റ്റ്യൻ നമ്പർ 46. വെൻ കമ്പയർഡ് ടു കോപ്പർ, അലുമിനിയം ഹാസ് ഡാഷ് പെർസെൻറ്റേജ് കണ്ടക്ടിവിറ്റി. നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ആൻസർ ഇസ് 60.60% ആണ് അലുമിനിയത്തിൻ്റെ കണ്ടക്ടിവിറ്റി വെൻ കമ്പയർഡ് ടു കോപ്പർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ആസ് എൻ ഇൻസുലേറ്റിംഗ് ഓയിൽ ഇൻ ട്രാൻസ്ഫോമർ? നമുക്കറിയാം സ്റ്റാൻഡേർഡ് മിനറൽ ഓയിൽസ് ആണ്. For temperature above 600 degrees Celsius, mica is mixed with shellac or resin adhesive. It is known as micanite. Actually, mica പേപ്പറിനകത്തും കുറച്ച് കമ്പോണൻസ് ഒക്കെ വരുന്നുണ്ട്. എന്താണ്? ഷെല്ലാക്കിൻ്റെയും റെസിൻ്റെയും അഡിറ്റീവ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ നമുക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ട് ഓപ്ഷൻ സി തന്നെ പറയാം, മൈക്കാനൈറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 49. ആൻ ACSR കണ്ടക്ടർ ഫംഗ്ഷൻ ഓഫ് സ്റ്റീൽ. എന്താണ് സ്റ്റീലിൻ്റെ ഫംഗ്ഷൻ? ടു പ്രൊവൈഡ് അഡീഷണൽ മെക്കാനിക്കൽ സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 50. പോർസിലിൻ ഈസ് യൂസ്ഡ് ഇൻ ആൻ ഇൻസുലേറ്റർ. എന്ത് പർപ്പസാണ് പോർസിലിൻ ഇൻസുലേറ്ററിൽ ഇൻസുലേറ്റർ മേക്കിംഗ് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്നത്? സോറി, പോർസിലിൻ ഈസ് യൂസ്ഡ് ആസ് ആൻ ഇൻസുലേറ്റർ ഇൻ. ഓക്കെ, ഏത് ലൊക്കേഷനിലാണ് യൂസ് ചെയ്യുന്നത് അല്ലേ? ട്രാൻസ്ഫോമർ ബുഷിംഗ്, കിറ്റ്കാറ്റ് ടൈപ്പ് ഫ്യൂസ്, അതുപോലെ തന്നെ HT ഇൻസുലേറ്റർ ഓവർഹെഡ് ലൈൻ. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദം. ഇൻസുലേറ്റർ ഓവർഹെഡ് ലൈനിൽ ട്രാൻസ്ഫോമർ ബുഷിങ്ങിനകത്തെല്ലാം നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. എ ലോ ലോഡ് ഫാക്ടർ ഇൻഡിക്കേറ്റ്സ് വാട്ട്? ശ്രദ്ധിക്കുക, ലോഡ് ഫാക്ടർ ലോ ആവുക മീൻസ് എന്താണ്? അതിൻ്റെ മീനിങ് മാക്സിമം ഡിമാൻഡ് ഹൈ ആവുക എന്നാണ്. സോ അതിൻ്റെ അർത്ഥം മൊത്തത്തിൽ സിസ്റ്റത്തിന് ഒരു സ്ട്രെയിൻ അനുഭവപ്പെടുന്നുണ്ട്. സോ ദർ ഇസ് എ ഹൈ സ്ട്രെയിൻ ഓൺ ദ സിസ്റ്റം. ഓപ്ഷൻ ബി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ട്രൂ അബൌട്ട് കൊറോണ? ശ്രദ്ധിക്കുക, സ്പേസിംഗ് ബിറ്റ്വീൻ ദ കണ്ടക്ടേഴ്സ് അഫക്ട് കൊറോണ. കൊറോണ ഇൻക്രീസസ് വെർച്വൽ ഡയമീറ്റർ ഓഫ് ദ കണ്ടക്ടർ. സത്യമാണ്. കൊറോണ റെഡ്യൂസസ് ദ ഇഫക്റ്റ് ഓഫ് ട്രാൻസിയൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ സർജസ്. അതും കറക്റ്റാണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദ എബോവ്. ക്വസ്റ്റ്യൻ നമ്പർ 53. ദ സ്റ്റാൻഡേർഡ് ലെങ്ത് ഓഫ് ബസ് ബാർ സെക്ഷൻ. ബസ് ബാർ സെക്ഷൻ്റെ 200 ആംപിയർ ആണെങ്കിൽ സ്റ്റാൻഡേർഡ് മീറ്റർ ഇസ് അറൌണ്ട് 2.75 മീറ്റർ. ദ റണ്ണർ ഓഫ് എ കപ്ലാൻ ടർബൈൻ റിസീവ്സ് വാട്ടർ ആക്സിലി. ആക്സിലിയാണ് നമുക്കിത് എന്താണ് റണ്ണറിലേക്ക് റിസീവ് ചെയ്യുന്ന കാപ്ലാൻ ടർബൈൻ ആകുമ്പോൾ. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് കൊറോണ. ഈ ക്വസ്റ്റ്യൻ നമുക്ക് വേണമെങ്കിൽ ചാലഞ്ച് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. വൈ? ബിക്കോസ് കൊറോണ ഇനിഷ്യേറ്റ് ചെയ്യണമെങ്കിൽ ലൈൻ വോൾട്ടേജ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഡിസ്ട്രപ്റ്റീവ് വോൾട്ടേജ്. അതുപോലെ തന്നെ കൊറോണ റണ്ണിങ് ആവുന്ന സമയത്ത് കൊറോണ ലോസ് എന്ന് പറയുന്നത് ഫ്രീക്വൻസിക്കും ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. സോ അതുകൊണ്ട് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് കൊറോണ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. കൊറോണ ഇനിഷ്യേഷനോ അങ്ങനെ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്യുന്നില്ല. സോ നമുക്ക് ലൈൻ വോൾട്ടേജും ആക്ച്വലി അഫക്റ്റ് ചെയ്യാറുണ്ട്. അറ്റ് ദ സെയിം ടൈം ഫ്രീക്വൻസി കൂടുന്നതനുസരിച്ച് നമുക്ക് കൊറോണ ലോസ് കൂടുന്നുണ്ട്. സോ നമുക്ക് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് കൊറോണ എന്ന് പറഞ്ഞാൽ ലൈൻ വോൾട്ടേജും നമുക്ക് ഫ്രീക്വൻസിയും ഉണ്ടെന്ന് പറയാം. സോ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചാലഞ്ച് ചെയ്യാം, ക്വസ്റ്റ്യൻ പേപ്പറിലെ ആൻസർ എന്ത് തന്നെയാണെങ്കിലും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 56. വിച്ച് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമർ ഈസ് യൂസ്ഡ് ഫോർ ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻസ്? ആൻസർ ഈസ് ഫെറൈറ്റ് കോർ ട്രാൻസ്ഫോമർ. ദ എഫിഷ്യൻസി ഓഫ് എ ട്രാൻസ്ഫോമർ ലൈസ് ഇൻ ദ റേഞ്ച് ഓഫ്. ട്രാൻസ്ഫോമറിൻ്റെ എഫിഷ്യൻസി ലൈ ചെയ്യുന്ന റേഞ്ച് 92 to 99% വരെ ട്രാൻസ്ഫോമറിന് എഫിഷ്യൻസി വരാം. ക്വസ്റ്റ്യൻ നമ്പർ 58. ട്രാൻസ്ഫോമർ കോഴ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സിലിക്കൺ സ്റ്റീൽ വിത്ത് എ കോമ്പോസിഷൻ ഓഫ്. ശ്രദ്ധിക്കുക, ട്രാൻസ്ഫോമർ കോഴ്സ് ആർ മെയ്ഡ് ഓഫ് സിലിക്കൺ സ്റ്റീൽ വിത്ത് എ കോമ്പോസിഷൻ ഓഫ് എന്നാണ് ക്വസ്റ്റ്യൻ. ആക്ച്വലി നിങ്ങൾ ചില പേപ്പേഴ്സിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 7% സിലിക്കണും 93% സ്റ്റീൽ എന്നൊക്കെ കാണാം. പക്ഷേ ഇൻഫാക്ട് നമുക്കൊരു സിലിക്കൺ എന്ന് പറഞ്ഞാൽ 5%-നേക്കാളും എബോ ആഡ് ചെയ്യാൻ പറ്റത്തില്ല. എബോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസ്ഫോമർ കോർ ബ്രിട്ടിലായി പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ ദ ബെസ്റ്റ് ആൻസർ ഈസ് എന്താണ്? സ്റ്റീൽ 95% ആൻഡ് സിലിക്കൺ 5%. ക്വസ്റ്റ്യൻ നമ്പർ 59. ഇൻ ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമർ ദ ലോ വോൾട്ടേജ് വൈൻഡിംഗ് ഈസ് ലൊക്കേറ്റഡ് ക്ലോസർ ടു ദ കോർ ആൻഡ് ഹൈ വോൾട്ടേജ് വൈൻഡിംഗ് ഈസ് വൗണ്ട് ഓൺ ദ ടോപ്പ് ഓഫ് ദ ലോ വോൾട്ടേജ് വൈൻഡിംഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും കൺസ്ട്രക്ഷൻ ബേസ്ഡ് കാര്യങ്ങൾ അറിയാമായിരിക്കും അല്ലേ? ഫസ്റ്റ് ലോ വോൾട്ടേജ് വൈൻഡിങ്, അതിന് മുകളിൽ ഹൈ വോൾട്ടേജ് വൈൻഡിങ് അല്ലേ? സോ ലോ വോൾട്ടേജ് വൈൻഡിങ് ഫസ്റ്റ് വെക്കുന്നതിൻ്റെ കാര്യം
ഇൻസുലേഷൻ റിക്വയർമെൻറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, മാക്സിമം കുറഞ്ഞിരിക്കും. ഹൈ വോൾട്ടേജ് സൈഡ് ആദ്യം വെച്ച് കഴിഞ്ഞാൽ കോർ മെറ്റീരിയലുമായിട്ട് ഹൈ ഇൻസുലേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. സോ ആൻസർ ഇസ് ഓപ്ഷൻ ഡി. ദ റേഷ്യോ ഓഫ് ഐസൊലേഷൻ ട്രാൻസ്ഫോമർ, ദ ടേൺസ് റേഷ്യോ ഓഫ് ഐസൊലേഷൻ ട്രാൻസ്ഫോമർ ഈസ് എന്താണ്, ഈക്വൽ ടു 1. ദ ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് ഓഫ് എ ട്രാൻസ്ഫോമർ ഈസ് കണ്ടക്റ്റഡ് ടു ഫൈൻഡ് കോപ്പർ ലോസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ട്രാൻസ്ഫോമർ ലാമിനേഷൻസ് ആർ ഇൻസുലേറ്റഡ് ഫ്രം ഈച്ച് അതർ യൂസിങ് പേപ്പർ ഓർ വാർണിഷ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ട്രാൻസ്ഫോമർ ലാമിനേഷൻസിനെ പരസ്പരം ഇൻസുലേറ്റ് ചെയ്യിപ്പിക്കുന്നത്. വാട്ട് ഈസ് ദ കണ്ടീഷൻ ഫോർ ഒബ്റ്റെയിനിങ് മാക്സിമം എഫിഷ്യൻസി ഫ്രം ട്രാൻസ്ഫോമർ? നമുക്കെല്ലാവർക്കും അറിയാം, സ്റ്റാൻഡേർഡ് കാര്യങ്ങളാണല്ലേ ഇതൊക്കെ. കോപ്പർ ലോസ് ഈക്വൽ ടു അയൺ ലോസ് എന്ന് പറയുന്നത്. നാച്ചുറൽ എയർ കൂളിംഗ് മെത്തേഡ് ഓഫ് ട്രാൻസ്ഫോമർ ഈസ് ജനറലി അഡോപ്റ്റഡ് ഫോർ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സ് അപ് ടു 200 kVA. ആക്ച്വലി ഒരു നാച്ചുറൽ എയർ കൂളിംഗ് മെത്തേഡ് ഒരു 1.5 MVA വരെയൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ ഒരു 200 kVA എബോവ് ആകുമ്പോഴത്തേക്കും നമുക്ക് എന്താണ്, ഫാനും കൂടെ യൂസ് ചെയ്യാറുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഡിസൈഡ് ഫോർ ട്രാൻസ്ഫോമർ ഓയിൽ? ആൻസർ ഈസ് ഓപ്ഷൻ എ, ഹൈലി ഇൻഫ്ലേമബിൾ. പെട്ടെന്ന് കത്തിപ്പോകാൻ പാകത്തിനുള്ള ഓയിൽ ആയിരിക്കാൻ പാടില്ല. ഓക്കെ, ദ റേഷ്യോ ഓഫ് മാക്സിമം ലോഡ് വിച്ച് കുഡ് ബി ഡ്രോൺ ടു ദ റേറ്റഡ് കപ്പാസിറ്റി ഓഫ് എ സിസ്റ്റം. അതായത് റേഷ്യോ മാക്സിമം ലോഡ് വിച്ച് കുഡ് ബി ഡ്രോൺ ടു ദ റേറ്റഡ് കപ്പാസിറ്റി ഓഫ് ദ സിസ്റ്റം ഇസ് കോൾഡ് യൂട്ടിലൈസേഷൻ ഫാക്ടർ, അല്ലെങ്കിൽ എന്താണ്, യൂട്ടിലിറ്റി ഫാക്ടർ. ക്ലിയറൻസ് ഫ്രം ഗ്രൗണ്ട് ഫോർ ദ ലോവസ്റ്റ് കണ്ടക്ടർ ഇൻ എ ലോ ആൻഡ് മീഡിയം ട്രാൻസ്മിഷൻ ലൈൻ എന്ന് പറയുന്നത് ആൻസർ ഇസ് ഓപ്ഷൻ എന്താണ്, എ ആണ്. ശ്രദ്ധിക്കുക, ഇത് പറയുന്നത് ഇലക്ട്രിസിറ്റി റൂൾ നമ്പർ 77 ആണ് പറയുന്നത്. സ്ട്രീറ്റിലൊക്കെ എന്താണ്, ലോ വോൾട്ടേജ് മീഡിയം വോൾട്ടേജ് ആപ്ലിക്കേഷന് ക്ലിയറൻസ് നമുക്ക് 5.8 മീറ്റർ വരെ ആവാം. സോ ബെസ്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 68. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 68. എ കപ്ലിംഗ് കപ്പാസിറ്റർ ഈസ് യൂസ്ഡ് ഇൻ സബ്സ്റ്റേഷൻ 4. കപ്ലിംഗ് കപ്പാസിറ്റർ നമ്മൾ സബ്സ്റ്റേഷനകത്ത് ഒരുപാട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. നമ്മൾ എവിടെയൊക്കെ കപ്ലിംഗ് കപ്പാസിറ്റർ വയ്ക്കുന്നു അവിടെയെല്ലാം പവർ ഫാക്ടർ ഇംപ്രൂവ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള സ്മോൾ റിയാക്റ്റീവ് പവർ സപ്ലൈ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ കപ്ലിംഗ് കപ്പാസിറ്റർ സബ്സ്റ്റേഷനിൽ വെച്ച് കഴിഞ്ഞാൽ സർജ് വോൾട്ടേജസ് എന്തെങ്കിലും വന്നാൽ അതിനെ ബ്ലോക്ക് ചെയ്യാനുള്ള പവറുണ്ട്. സർജ് വോൾട്ടേജ് വന്നാൽ അതിനെ ബ്ലോക്ക് ചെയ്യാനുള്ള പവറുണ്ട്. ഹൈ ഫ്രീക്വൻസി വോൾട്ടേജ് വന്നാൽ കപ്പാസിറ്റർ എന്താണ്, ലോ റിയാക്റ്റൻസ് കാഴ്ചവെക്കുക, അതിനെ പെട്ടെന്ന് ഗ്രൗണ്ട് ചെയ്യാൻ സാധിക്കും. ട്രാൻസിൻ റെസ്പോൺസ്, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ പർപ്പസിന് ഉണ്ടോ എന്ന് ചോദിച്ചാൽ കാരിയർ കമ്മ്യൂണിക്കേഷന് നമുക്ക് ഇത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. സോ ബെസ്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ബ്ലോക്കിംഗ് സർജ് വോൾട്ടേജ് അല്ലെങ്കിൽ ഇംപ്രൂവിംഗ് പവർ ഫാക്ടർ എന്ന് പറയാം. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചാലഞ്ച് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. കമ്മ്യൂണിക്കേഷൻ പർപ്പസിനും ഒക്കെ നമുക്ക് എന്താണ്, യൂസ് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. ക്വസ്റ്റ്യൻ നമ്പർ 69. EBB method is used to obtain power from EBB method. Answer is tidal power station. For an ACS or conductor, the size of the binding wire should not be less than, answer is 2.5 square mm. Commutator segments are made up of copper. അത് ഇൻസുലേറ്റ് ചെയ്യുന്നതാണ് മൈക്ക. കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് കോപ്പർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് മോട്ടോർ ഹാസ് ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക്? നമുക്കറിയാം DC സീരീസ് മോട്ടോർ ഇസ് ഹാവിംഗ് എ ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക്. ശ്രദ്ധിക്കുക, വോൾട്ടേജ് റെഗുലേഷൻ ഓഫ് എ DC മോട്ടോർ, വോൾട്ടേജ് ഇക്വേഷൻ ഓഫ് എ DC മോട്ടോർ എന്ന് പറയുന്നത് ആൻസർ ഈസ് ഓപ്ഷൻ എ. എന്താണ്, V = EB + IA × RA. The motor used in mixer grinder, answer is universal motor. The difference between the synchronous speed and the actual speed of an induction machine is called slip. ആക്ച്വലി അത് സ്ലിപ്പ് സ്പീഡ് എന്ന് പറയണമായിരുന്നു, അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഡിഫറൻസ് എന്ന് പറയണമായിരുന്നു. ബട്ട് സ്ലിപ്പ് ഈസ് ഓൾസോ ഫൈൻ. നമുക്കതിനെ ചാലഞ്ച് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. സ്ലിപ്പ് എന്ന് പറയുന്നു, ഡിഫറൻസ് ബിറ്റ്വീൻ എന്ന് പറയുമ്പോൾ സ്പീഡ് എന്നാണ് ആക്ച്വലി ഉദ്ദേശിക്കുന്നത്. സോ ഈ തന്നേക്കുന്ന സ്ലിപ്പ് സ്പീഡ് എന്ന് തന്നെയാണ് നമുക്ക് പറയേണ്ടത്. ഓക്കെ, സോ ആൻസർ ഈസ് സി. Which starter will give better starting torque? Answer is star delta starter. In DC machine, when maximum efficiency occurs, എപ്പോഴാണ്, when the losses are equal. ഏത് ലോസ്? വേരിയബിൾ ലോസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ലോസ്. നമ്പർ ഓഫ് പാരലൽ പാത്തിനെ ലാബ് വൈൻഡിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പോൾസ്. ഓപ്ഷൻ ബി. ഇൻ ഫിലിം പ്രൊജക്ടർ ദ ലാമ്പ് യൂസ്ഡ് ഇസ് സോഡിയം ആർക്ക് ലാമ്പ്, അല്ലേ? ആർക്ക് ലാമ്പ് ആണ് നമ്മളുടെ ആൻസർ. ഇൻ ഓഫീസസ് ആൻഡ് വർക്ക്ഷോപ്പ് ഡബിൾ ട്യൂബ് ഇസ് യൂസ്ഡ്. എന്തുകൊണ്ടാണ് ഡബിൾ ട്യൂബ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു അവോയ്ഡ് സ്ട്രോബോസ്കോപ്പിക് എഫക്റ്റ്. ഓക്കെ, ഇറ്റ് ഈസ് യൂസ്ഡ് ടു അവോയ്ഡ് സ്ട്രോബോസ്കോപ്പിക് എഫക്റ്റ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 76 ചോദിച്ചു, വിച്ച് സ്റ്റാർട്ടർ ഇസ് യൂസ് ടു ഗിവ് ബെറ്റർ സ്റ്റാർട്ടിംഗ് ടോർക്ക്. അതൊരു സ്ലൈറ്റ് ആയിട്ട് ഒരു കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കാരണം
എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ബേസ്ഡ് ആയിരിക്കും അല്ലേ. സോ ബി, സി, ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വിറൽ കേജ് മെഷീനാണ് യൂസ് ചെയ്യുന്നത്. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യുന്നത് സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മെഷീനാണ്. ഓവറോൾ നോക്കുകയാണെങ്കിൽ സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മെഷീന് ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്കാണ് വെൻ കമ്പയർഡ് ടു SCIM മെഷീൻ. പക്ഷേ ഏത് സ്റ്റാർട്ടർ എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഓട്ടോ റെസിസ്റ്റൻസ് സ്റ്റാർട്ടർ ആണോ, സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ ആണോ, DOL സ്റ്റാർട്ടർ ആണോ, ഓട്ടോ ട്രാൻസ്ഫോമർ ആണോ. സോ അതിൻ്റെ ഒരു കൺഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് BO AO വരാം. ഓക്കെ, സോ അവർ ആൻസർ ഇസ് ബി. ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ റിസൾട്ട്. ഓക്കെ, 81. The cable which connects the distributor to the consumer terminal. ഡിസ്ട്രിബ്യൂട്ടറിനെയും കൺസ്യൂമർ ടെർമിനലിനെയും ബന്ധിപ്പിക്കുന്നത് കേബിൾ ഏതാണെന്നാണ്. ആൻസർ ഇസ് എന്താണ്? ഫീഡറാണ്. ഹരിപ്രസാദ് ഓപ്ഷൻ എ അല്ലേ എന്ന്. ചാൻസ് ഉണ്ട്, അതൊരു ചെറിയൊരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ഞാൻ എക്സ്പ്ലനേഷൻ പറഞ്ഞു. ദ എക്സ്പാൻഷൻ ഓഫ് LEDs എന്താണ്? എക്സ്പാൻഷൻ ഓഫ് MEDs ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. വിച്ച് ടൈപ്പ് ഓഫ് DC motor is suitable for sudden application of hidden load? Sudden application of heavy load. So answer എന്താണ്? Answer is service mains. Okay, കറക്റ്റ് ആണ്. ദ കേബിൾ വിച്ച് കണക്ട്സ് ദ ഡിസ്ട്രിബ്യൂട്ടർ ടു ദ കൺസ്യൂമർ ടെർമിനൽ. വീട്ടിനടുത്തുള്ള പോസ്റ്റിൽ നിന്ന് കൺസ്യൂമർ ടെർമിനലിലേക്ക് വരുന്ന സർവീസ് മെയിൻസ് ആണ്. 83. വിച്ച് ടൈപ്പ് ഓഫ് DC മോട്ടോർ ഇസ് യൂസ്ഡ് ഫോർ സഡൻ ആപ്ലിക്കേഷൻ ഓഫ് ഹെവി ലോഡ്. പെട്ടെന്നൊരു ഹെവി ലോഡ് വന്നു കഴിഞ്ഞാൽ അതിനെ ടാക്കിൾ ചെയ്യാൻ പാകത്തിനുള്ള മോട്ടോർ ഇസ് ക്യുമുലേറ്റീവ് കോമ്പൗണ്ട് മോട്ടോർ. ആൻസർ ഇസ് ക്യുമുലേറ്റീവ് കോമ്പൗണ്ട് മോട്ടോർ. ഹരിപ്രസാദ് സാരിക 81 ഓപ്ഷൻ ബി അല്ലേ? അത് 81 ആൻസർ ഓപ്ഷൻ ബി തന്നെയാണ്. ഞാൻ എടുത്ത് മാർക്ക് ചെയ്ത് ചേഞ്ച് ആയി പോയി. ഓക്കെ, ആൻസർ ഇസ് ഓപ്ഷൻ ബി. കറക്റ്റ് തന്നെയാണ്. സർവീസ് മെയിൻസ് ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ മോട്ടോർ യൂസ്ഡ് ഇൻ സീലിംഗ് ഫാൻ ഇസ്. മോട്ടോർ യൂസ്ഡ് ഇൻ സീലിംഗ് ഫാൻ എന്ന് പറഞ്ഞാൽ പെർമനന്റ് കപ്പാസിറ്റർ മോട്ടറാണ്. നമ്മളെല്ലാവരും ഒരിക്കലെങ്കിലും ഫാൻ എന്താണ് കപ്പാസിറ്റർ ചേഞ്ച് ചെയ്തിട്ടുണ്ടാവാം അല്ലേ. സോ ആൻസർ ഇസ് പെർമനന്റ് കപ്പാസിറ്റർ മോട്ടോർ. മെർക്കുറി വേപ്പർ ലാമ്പ് ഗീവ്സ് ലൈറ്റ് ഓഫ്. ആൻസർ ഇസ് ഗ്രീനിഷ് ബ്ലൂ കളർ. വിച്ച് ടൈപ്പ് ഓഫ് ആക്സസറീസ് ഓഫ് ഫ്യൂസ് ഈസ് കമ്മിങ് അണ്ടർ. ഫ്യൂസ് എന്ന് പറയുന്ന ഒരു സേഫ്റ്റി ആക്സസറിനകത്താണ് വരുന്നത്. വാട്ട് ഈസ് അഡ്വാൻറ്റേജ് ഓഫ് ക്ലീറ്റ് വയറിംഗ് സിസ്റ്റം? ഇറ്റ് ഈസ് ഈസിലി എന്താണ് യൂസ് ടു ലൊക്കേറ്റ് ഫോൾട്ട് നമുക്ക് പെട്ടെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ പാകത്തിനുള്ള അഡ്വാൻറ്റേജ് ആണ് നമ്മളുടെ ക്ലീറ്റ് വയറിംഗ് സിസ്റ്റം തരുന്നത്. ഓക്കെ, നെക്സ്റ്റ്. എ സ്വിച്ച് ബോർഡ് മസ്റ്റ് ബി പ്ലേസ്ഡ് അറ്റ് എ ഹൈറ്റ് ഓഫ്. ആൻസർ ഇസ് എന്താണ്? 1.5 meter above the ground. ദ കോമൺലി യൂസ്ഡ് സ്വിച്ച് യൂസ്ഡ് ടു കൺട്രോൾ എ ലാമ്പ് ഫ്രം എ 3 place എന്ന് പറയുന്നത് ആൻസർ ഇസ് ഇന്റർമീഡിയറ്റ് സ്വിച്ച്. The load on a power sub-circuit should not exceed dash watt and the number of points should not exceed dash points. So answer is എന്താണ്? പവർ സബ് സർക്യൂട്ട് 3000 വാട്ടും 2 പോയിന്റുമാണ്. ഇതൊക്കെ സ്റ്റാൻഡേർഡ് കാര്യങ്ങളാണ് അല്ലേ. നെക്സ്റ്റ്. എ ബിൽഡിംഗ് ഹാസ് എ 4 സീലിംഗ് ഫാൻ. 4 ഫാന് 100 വാട്ട്, ഒരു ഹീറ്റർ 1000 വാട്ട്, LED 5 LED 15 വാട്ട്സ്. സോ 100 × 4 400 പ്ലസ് 1000 1400 plus 15 × 5 75 1475. The best suited MCB category for motor protection is. Answer is option A ആണ് G-series MCB. Next question. The atmospheric air entering the transformer is made moisture free by passing it through an equipment called breather. ബ്രീതറിനകത്തൂടെ സിലിക്ക ജെല്ലിലൂടെ അകത്തേക്ക് കയറുമ്പോഴാണ് സിലിക്ക ജെല്ല് മോയ്സ്ചർ അബ്സോർബ് ചെയ്ത് ബ്ലൂ കളറിൽ നിന്നും റോസ് കളറിലേക്ക് മാറുന്നത്. Transformer ratings are usually expressed in terms of kilovolt ampere. The device which break the circuit at the time of earth fault, അതിനാണ് RCCB എന്ന് പറയുന്നത്. Residual current circuit breaker. Which of the following factor affect the choice of wiring? Durability ആണോ, കോസ്റ്റ് ആണോ, അപ്പിയറൻസ് ആണെന്ന് ചോദിച്ചാൽ എല്ലാം ആൻസർ തന്നെയാണ്. ഓരോ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് റിക്വയർമെൻറ്റ് നമുക്ക് മാറിക്കൊണ്ടേയിരിക്കും. Insulation resistance is measured in. Answer is mega ohms. The speed of a DC motor എന്ന് പറയുന്നത് it is directly proportional to എന്താണ്? back EMF. N proportional EB divided by 5 എന്നാണ്. So answer is option B. Why starters are required to start DC motor? To reduce the armature current. Starting ടൈമിൽ കറണ്ട് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ സ്റ്റാർട്ടർ യൂസ് ചെയ്യുന്നത്. The direction of induced EMF in the armature conductor of a DC generator is determined. DC ജനറേറ്റർ ആണ്. ജനറേറ്ററിനകത്ത് നമ്മൾ റൈറ്റ് ഹാൻഡ് റൂളാണ് എന്താണ് ഒബ്സർവ് ചെയ്യുന്നത്. പിന്നെ അതുകൂടാതെ സെക്കൻഡ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശ്രദ്ധിക്കുക. ഓക്കെ, ദ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ വേരീസ് ഇൻവേഴ്സ്ലി അറ്റ്. ശ്രദ്ധിക്കുക, ആൻസർ ഇസ് ക്രോസ് സെക്ഷണൽ ഏരിയ. ഓക്കെ, ആൻസർ ഇസ് ക്രോസ് സെക്ഷണൽ ഏരിയ. എടുത്ത് പറഞ്ഞപ്പോൾ മിസ്റ്റേക്ക് ആയി പോയതാണ്. ആൻസർ ഇസ് ക്രോസ് സെക്ഷണൽ ഏരിയ. ഓക്കെ, സോ ഇതൊക്കെയാണ്
നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൻസേഴ്സ്. അതിനകത്ത് 1-2 ക്വസ്റ്റ്യൻസ് കുറച്ച് കൺഫ്യൂഷൻ അവസ്ഥയിൽ ഇരിപ്പുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ സബ്സ്റ്റേഷനിലെ കപ്ലിംഗ് കപ്പാസിറ്ററിൻ്റെയും അതുകൂടാതെ തന്നെ 1-2 ക്വസ്റ്റ്യനും. സോ ഓവറോൾ ക്വസ്റ്റ്യൻ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ ദ ഈസിയർ സൈഡ് ആയിരുന്നു. ബാക്കി നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ വന്നതിന് ശേഷം we will see what can we do. Okay, so thank you for listening. Have a great day.